എല്ലാവർക്കും സുഖമാണോ? എൻ്റെ പേര് കൃപ മോൻസി. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പത്തനാപുരത്ത് നിന്ന് വരുന്നു. എല്ലാം കിഡ്സർച്ചിലും പാട്ടുകളുണ്ട്, ഗെയിംസ് ഉണ്ട്, മാജിക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ആഴ്ചയിലും ഗെയിംസ് ഉണ്ട്, ഡാൻസുകളുണ്ട്, തീമുണ്ട്, വാക്യങ്ങളും ഉണ്ട്. അതുപോലെ ആ തീമും വാക്യവും നമുക്ക് വീഡിയോ പ്രസൻറ്റേഷനിൽ കണ്ടാലോ? ഓവർ ടു വീഡിയോ പ്രസൻറ്റേഷൻ. കൂട്ടുകാരെ, എല്ലാവർക്കും ആ വീഡിയോ പ്രസൻറ്റേഷൻ കണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? എന്നാൽ അത് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ എത്സീബ ചേച്ചിയും സാമിലി ചേച്ചിയും പറഞ്ഞു തരാൻ വേണ്ടി റെഡി ആയി നിൽപ്പുണ്ട്. അപ്പം ഓവർ ടു ദ വേർഡ്സ് ആൻഡ് വിഷൻ ടൈം. ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും വേർഡ്സ് ആൻഡ് വിഷനിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും എനിക്കൊന്ന് ഓഗസ്റ്റ് തൊട്ട് നിങ്ങൾക്ക് വളരെ എൻജോയ്മെൻ്റ് ആയ രീതിയിൽ കിഡ്സർച്ച് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഭയങ്കരം വെയിറ്റ് ചെയ്താണ് എല്ലാ സൺഡേയിലും ഇപ്പോൾ കിഡ്സർച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പുതിയ കൂട്ടുകാരുണ്ട്, പുതിയ സെഗ്മെൻറ്റുകളുണ്ട്. ഇന്ന് ആരാണ് പാട്ട് പാടാൻ വരുന്നത്, ഇന്ന് ആരാണ് ആങ്കർ ചെയ്യാൻ വരുന്നത്, പുതിയ കൂട്ടുകാരി ആരാണ്, അല്ലെ കൂട്ടുകാരൻ ആരാണ് എന്നൊക്കെ കാണാനുള്ള ആകാംക്ഷയോടെ ഇരിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ സൺഡേകളല്ലേ ഇപ്പം. ഓക്കെ, എല്ലാ കൂട്ടുകാരും യേശുപ്പച്ചൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പം പതിവ് പോലെ ഇന്നത്തെ വേർഡ്സ് ആൻഡ് വിഷനിലും എന്നോടൊപ്പം ഒരു കൂട്ടുകാരിയുണ്ട്. നിങ്ങളെല്ലാവരും നേരത്തെ കണ്ടിട്ടുള്ള കൂട്ടുകാരിയാണ്. ഹലോ ഹലോ ഹായ്, നിങ്ങൾ കണ്ടിട്ടുള്ള കൂട്ടുകാരിയല്ലേ? യെസ്. എന്തായിരുന്നു പേര്? ഹെപ്സിബ. ഹെപ്സിബ. എനിക്ക് പേരറിയാം, എന്നാലും ഇത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഹെപ്സിബയാണ്. ഹെപ്സിബ, എന്നാണ് വിശേഷം? സുഖം. സുഖമായിട്ടിരിക്കുന്നു. അതാണ്ട കണ്ടോ, നല്ല മിടുക്കിയായിട്ട് ചോദിക്കുന്നതിനെല്ലാം നല്ല പക്ക പെട്ടെന്ന് ആൻസറൊക്കെ പറഞ്ഞ നല്ല മിടുക്കിയായിട്ടുള്ള ഒരു കൂട്ടുകാരി നമ്മോടൊപ്പം ഉണ്ട്. ഹെപ്സിബ, ഇന്നത്തെ തീം കണ്ടായിരുന്നോ? എന്തായിരുന്നു ഇന്നത്തെ തീം? വൈ ഒബീഡിയൻസ് മാറ്റേഴ്സ്. യെസ്, വൈ ഒബീഡിയൻസ് മാറ്റർ എന്നതായിരുന്നു ഇന്നത്തെ തീം. നല്ലൊരു വീഡിയോ പ്രസന്റേഷൻ നിങ്ങൾ കണ്ടല്ലേ? എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ ഓർത്തു, ഇന്ന് ഇതിനെക്കുറിച്ചായിരിക്കും ഒബീഡിയൻസ്. ദൈവമേ, ഞങ്ങളൊക്കെ പലപ്പോഴും അനുസരണ ഇല്ലാത്തവരായിട്ടിരിക്കുകയാണല്ലോ ഇന്ന്. അപ്പം നമുക്കുള്ള തട്ടാണോ ഇന്നത്തെ കിഡ്സർച്ച് എന്നൊക്കെ ഓർത്തിരിക്കുന്നവരും ഉണ്ട്. ഓക്കെ, എനിവേ, എന്തായാലും ഇന്നത്തെ തീം എന്തായിരുന്നു? വൈ ഒബീഡിയൻസ് മാറ്റേഴ്സ്. യെസ്, വൈ ഒബീഡിയൻസ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരെ, നിങ്ങളൊക്കെ അനുസരിക്കുന്നവരാണോ? ഇപ്പം തന്നെ പേരൻസ് പറയുന്നുണ്ട് ഇത് കേട്ടോണ്ടിരിക്കും. ഫസ്റ്റ് ഇങ്ങനെ പറയുന്ന പേരൻസ് ഇപ്പോൾ ഉണ്ടല്ലേ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ. ഞാനൊരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റ് വരെ അവിടെ ഇരിക്കുന്ന കൂട്ടുകാരും ഉണ്ടെന്ന് ഇപ്പോൾ പേരൻസ് പറയുന്നില്ലേ? യെസ്, എനിക്കറിയാം, കാരണം ഇത് ഞാനും കുറേ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ ഹെപ്സിബ, വീട്ടിലെങ്ങനെ പപ്പയും അമ്മയൊക്കെ വന്നിട്ട് പറയുന്നോന്നെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുമോ? ഹെപ്സിബ ചിരിക്കുക ചെയ്യുന്നത്. അപ്പം പിന്നെ നിങ്ങളുടെ കാര്യം പറയണോ? അപ്പം പിന്നെ പറഞ്ഞ എൻ്റെ കാര്യം പറയണോ? ഓക്കെ, വൈ ഒബീഡിയൻസ് മാറ്റേഴ്സ്. നമ്മൾക്കറിയാം അനുസരണത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ തീം. ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ആ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്തതാണ്. ഇന്ന് ആ ഒരു തീമിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് ഞങ്ങൾക്ക് പിറകിൽ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ബൈബിളിൽ അനുസരണത്തെക്കുറിച്ച് ഒരുപാട് വാക്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹെപ്സിബ, ഇന്നത്തെ വാക്യം എന്താണെന്ന് അറിയാമോ? എന്താ ഇന്നത്തെ വാക്യം? എഫേസ്യർ 6:1. യെസ്, എഫേസ്യർ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. അത് നിങ്ങൾ വീഡിയോ പ്രസന്റേഷനിൽ കണ്ടു. ഞാൻ പറയട്ടെ, നമ്മൾ അനുസരണത്തെക്കുറിച്ച് ബൈബിളിലെ വാക്യങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലേ? അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്നൊരു വാക്യം വായിക്കുന്നുണ്ട്. ബൈബിൾ ഒരുപാട് അനുസരണയോടുകൂടി കാര്യങ്ങൾ കേട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അനുസരണക്കേട് കാണിച്ചവരും ബൈബിളിലുണ്ട്. നമ്മൾ അനുസരണക്കേട് കാണിച്ച ബൈബിളിൽ നിന്ന് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ ആരെ പറയുമെന്നറിയാമോ? നമുക്കറിയാം, ബൈബിളിൽ ഒരാളോട് ഒരു സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞു. പെട്ടെന്ന് അനുസരണം ഒത്തിരി ഉള്ള ആളായത് കാരണം ദൈവം പറഞ്ഞത് അവിടെ വെച്ച് നിർത്തിയിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട വഴിയെ പോയി. പക്ഷെ ദൈവം അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് ദൈവം പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടെത്തിച്ചു. അപ്പം യോനെ പോലെ ആവാതെ നമ്മൾ അനുസരണമുള്ളവരായി തന്നെ ലൈഫിൽ മുന്നോട്ട് പോകണം. അനുസരിക്കുന്നത് നമ്മുടെ ലൈഫിൽ എപ്പോഴും നല്ലതാണ്. നമ്മൾ ചെറുപ്പത്തിൽ ടീച്ചേഴ്സൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ അടിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു അടി കൊള്ളുന്നതിൻ്റെ കാര്യം നമുക്ക് ടീച്ചേഴ്സൊക്കെ അടിക്കത്തില്ലേ? ചോദിക്കുമ്പോൾ എഴുന്നേറ്റിരിക്കുമ്പം എന്താ പഠിച്ചുകൊണ്ടിരാത്തതെന്ന് ചോദിക്കാൻ അടിക്കത്തില്ലേ? അടിക്കുമ്പോൾ നമുക്കൊരു ചെറിയ പ്രയാസമൊക്കെ തോന്നുമായിരിക്കും ചെറുപ്രായങ്ങളിൽ. പക്ഷെ ഉണ്ടല്ലോ, ഇച്ചിരി വളർന്ന് വലുതായി കഴിയുമ്പോർക്കും അന്ന് ആ അടി കൊണ്ടതിൻ്റെയൊക്കെ ഗുണം
വർഷമാണ് ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും നന്നായി തീർന്നതെന്ന് പറയും. നമ്മുടെ പേരൻസും നമ്മളെ ശകാരിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്, അടിക്കാറുണ്ട്. എന്തിനാണെന്നറിയാമോ? നമ്മൾ നല്ല കുട്ടികളായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാ കൂട്ടുകാരും അനുസരണമുള്ളവരായിട്ട് ഇരിക്കുക. ഞാനിത് പറയുമ്പോൾ തന്നെ പേരൻസ് പറയുന്നവരുണ്ട്, അതിരുന്ന് കേക്ക്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാന്ന് പറയുന്ന പേരൻസ് ഇപ്പോൾ ഉണ്ട് അല്ലേ? ഇപ്പൊ ഹെപ്സീബ വീട്ടിലായിരുന്നെങ്കിൽ ഹെപ്സീബയുടെ പേരൻസ് പറയത്തില്ലായിരുന്നോ? യെസ്, ഹെപ്സീബ തന്നെ പറഞ്ഞു, എന്നെക്കുറിച്ചും പറയുമെന്ന് പറഞ്ഞു. അപ്പം നല്ലൊരു വീഡിയോ പ്രസൻറ്റേഷൻ കണ്ടു, നല്ലൊരു തീം നമ്മൾ കണ്ടു, വാക്യം നമ്മൾ കണ്ടു. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പുറകെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് പോകാം. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടീമും മെമ്പേഴ്സും മനസ്സിലായോ? എന്നാൽ ഒരു പാട്ട് പഠിച്ചാലോ നമുക്ക്? അതിനായിട്ട് ടോം അച്ചച്ചനും ഡാനിയൽ അച്ചച്ചൻ, അമ്മസ് അച്ചച്ചൻ നമുക്ക് പറഞ്ഞു തരാമായിരിക്കും. അവർ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഓവർ ടു ദ പ്രൈസ് ടൈം. വാക്കു ചൊല്ലാതെ തന്മൊഴികൾ കാതോർത്തു കേൾക്കുവാൻ, മറുവാക്കു ചൊല്ലാതെ തന്മൊഴികൾ കാതോർത്തു കേൾക്കുവാൻ, തിരുമുഖശോഭ നിത്യം കണ്ടിടുവാൻ, തിരുമുഖശോഭ നിത്യം കണ്ടിടുവാൻ, യോഗ്യനാക്കിയിടണമേ എന്നെ, പ്രാപ്തനാക്കിയിടണമേ, യോഗ്യനാക്കിയിടണമേ എന്നെ, പ്രാപ്തനാക്കിയിടണമേ. ഞാനേതുമില്ലെന്നു ചൊല്ലിടുന്നേ, തിരുരക്തം എൻ പ്രാണനു മറുവിലയാ. ഞാനേതുമില്ലെന്നു ചൊല്ലിടുന്നേ, തിരുരക്തം എൻ പ്രാണനു മറുവിലയാ. തിരുമുറിവിൽ നിന്നൊഴുകും സ്നേഹനദി എന്നിൽ കവിഞ്ഞിടട്ടെ, തിരുമുറിവിൽ നിന്നൊഴുകും സ്നേഹനദി എന്നിൽ കവിഞ്ഞിടട്ടെ. മറുവാക്കു ചൊല്ലാതെ തന്മൊഴികൾ കാതോർത്തു കേൾക്കുവാൻ, മറുവാക്കു ചൊല്ലാതെ തന്മൊഴികൾ കാതോർത്തു കേൾക്കുവാൻ, തിരുമുഖശോഭ നിത്യം കണ്ടിടുവാൻ, തിരുമുഖശോഭ നിത്യം കണ്ടിടുവാൻ, യോഗ്യനാക്കിയിടണമേ എന്നെ, പ്രാപ്തനാക്കിയിടണമേ, യോഗ്യനാക്കിയിടണമേ എന്നെ, പ്രാപ്തനാക്കിയിടണമേ. Hello Jesus Lambs.
നിങ്ങളെല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു. കിഡ്സ് ചർച്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രൈസ് ടൈമിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സ്തുതിക്കാനൊക്കെയുള്ള അവസരങ്ങൾ കർത്താവ് നമുക്ക് നൽകി തരുന്നല്ലോ. ഇന്ന് നമ്മളോടൊപ്പം പ്രിയ ആമോസ് ചേച്ചൻ കീബോർഡ് നമുക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയ ഡാനി ചേച്ചൻ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും ഒത്തിരി പുതിയ സെഗ്മെന്റ്സ് അറ്റൻഡ് ചെയ്യുവാനും ഒക്കെ കർത്താവ് നമുക്ക് അവസരം നൽകുന്നല്ലോ. ഈ ദിവസങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ദിവസങ്ങൾ നമ്മൾ ഒത്തിരി കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നതാ. നമ്മുടെ കൂട്ടുകാര് എല്ലാവരും മാതാപിതാക്കളെയൊക്കെ അനുസരിക്കുന്നത്, ടീച്ചർമാരെയൊക്കെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഡാനി ചേച്ചാ ഒത്തിരി അനുസരിക്കാറുണ്ടോ? പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതലേ ഞാൻ ഒരു വാക്ക് പോലും തെറ്റിക്കാതെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോ എപ്പോഴെങ്കിലും അനുസരണക്കേട് കാണിച്ചതിന് ഒരിക്കൽ പോലും അടി കിട്ടിയിട്ടില്ല? ഞാൻ വളരെ നല്ല ഗുഡ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ ഞാനും അതുപോലെ തന്നെ അനുസരണക്കേടൊന്നും കാണിക്കാതെ വളരെ നല്ല കുഞ്ഞായി വളർന്ന് പപ്പയുടെ മമ്മിയുടെ ഒന്നും അടിയൊന്നും കിട്ടാതെ വഴക്കൊന്നും കേൾക്കാതെ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേരും നല്ല കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ. അതുപോലെ നിങ്ങളും നല്ല കുഞ്ഞുങ്ങളായി വളരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുക. നമ്മളിന്ന് പാടിയ പാട്ടും അത് തന്നെയാ പറയുന്നത്, അല്ലേ ഡാനി ചേച്ചാ? മറുവാക്ക് ചൊല്ലാതെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് അവരോടൊന്നും പറയാതെ തീർച്ചയായിട്ടും അതെല്ലാം തിരിച്ച് നമ്മൾ അനുസരിക്കണം എന്നാണ് നമ്മൾ പാട്ട് പറയുന്നത്. നമ്മുടെ കുഞ്ഞിലെ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ആകാംക്ഷ കൂടുതലാണ്. അത് എടുക്കരുതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് എടുത്താൽ എന്താവും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുമ്പോൾ അറിയാതെ നമ്മൾ ചെയ്തു പോകും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് മറുത്തൊരു വാക്ക് പോലും പറയാതെ അത് അനുസരിക്കാനുള്ള ഒരു ഭാവം നമ്മൾ ഉണ്ടാകണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്നത് എഫേസ്യ ലേഖനത്തിൽ നിന്നാണ്, അല്ലെ? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. കർത്താവിൽ എങ്ങനെയാണോ അനുസരിക്കേണ്ടത് അതുപോലെ കർത്താവ് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയാണോ അനുസരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അമ്മയപ്പന്മാരെ അനുസരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ആമേൻ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പറയുക, കർത്താവേ ആമേൻ, അങ്ങ് എന്തെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ അത് മറുവാക്കൊന്നും പറയാതെ അങ്ങേ അനുസരിക്കാനുള്ള ആ ഒരു കൃപ ഞങ്ങളുടെ മേൽ പകരണം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് അത് തന്നെയാണ്, അല്ലെ? കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ പകരണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ വീടിനുള്ളിലാണ് നമ്മൾ അനുസരണം പഠിക്കുന്നത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് നമ്മളെ കുറിച്ച് പറയുന്നത് അത് നമ്മുടെ ദോഷത്തിന് വേണ്ടിയിട്ടല്ല, അത് നല്ല കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പം നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിച്ച് തുടങ്ങുമ്പോഴാണ് പിന്നീട് നമ്മുടെ ജീവിതം നമ്മൾ യേശു ആരാണ്, ദൈവം ആരാണെന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോൾ, വചനപ്രകാരമുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇത് ഞാൻ അനുസരിക്കേണ്ടതാണല്ലോ, എന്താണ് അനുസരണം എന്നുള്ളത് അവർ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. പിന്നീട് അത് ദൈവസ്നേഹത്തിലൂടെ ദൈവിക കാര്യങ്ങളിലും ഒരു അനുസരണത്തിൽ, സഭാകാര്യങ്ങളിൽ, ആത്മീയ കാര്യങ്ങളിലൊക്കെ അനുസരണമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളർന്നവരെ അത് കാരണമായി തീരും. അതെ, അപ്പൊ ഞങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ അനുസരണമുള്ളവരായി വളരണം. വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, അനുസരിക്കുന്നത് യാഗത്തെക്കാൾ, നമ്മളൊരു യാഗം കഴിക്കുന്നതിനേക്കാളും വിലയേറിയതാണ് അനുസരണം എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. തുടർന്ന് പാട്ട് പറയുക, ഞാൻ ഏതുമില്ലെന്ന് ചൊല്ലിടുന്നേ തിരുരക്തം എൻ്റെ പ്രാണന് മറുവിലയായി. നമുക്ക് അഹങ്കരിക്കാനോ നമുക്ക് പുകഴാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. കർത്താവിൻ്റെ രക്തമാണ് നമ്മെ വീണ്ടെടുത്തത്. അവിടെ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു വലിയൊരു അനുസരണം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. പിതാവ് ചോദിക്കുക, ആരെനിക്ക് വേണ്ടി പോകും എന്ന ഒരു ചോദ്യത്തിന് മുൻപിൽ പുത്രൻ സമർപ്പിക്കുക, കർത്താവെ അടിയൻ ഇതാ, അടിയനെ അയക്കണമേ. അതൊരു വലിയ സമർപ്പണമായിരുന്നു, വലിയൊരു അനുസരണമായിരുന്നു. എന്തിനാ അനുസരിച്ചത്? ലോകത്തിലേക്ക് വന്ന് എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് യാഗമായി തീരാൻ വേണ്ടി. അത്ര വലിയൊരു മരണം ഉണ്ടാകുമെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം. എങ്കിലും സ്വയം സമർപ്പിക്കുക, യാഗമായി തീരുക, അനുസരണത്തിന്റെ യഥാർത്ഥ ഒരു ഉദാഹരണം. അതെ അതെ എങ്ങനെയാണ് പിതാവിന്റെ വാക്ക് കേൾക്കുക. അദ്ദേഹത്തിന് ഒത്തിരി വേദന ഉണ്ടായെങ്കിലും പിതാവിനോട് അവസാനം പറയുന്നുണ്ട്, എങ്കിലും എന്റെ ഹിതമല്ല, അങ്ങ് എന്നിലൂടെ എന്താണ് ആഗ്രഹിച്ചത് ആ അനുസരണം എനിക്ക് നിവർത്തിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പന്റെ ആഗ്രഹം എന്നിൽ നടക്കണം എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. അതെ, ആ ഒരു ആഗ്രഹം, ആ ഒരു സമർപ്പണം നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ യേശുപ്പച്ചൻ നമുക്ക് വേണ്ടി അനുസരണത്തിനൊരു മാതൃകയായി തീർന്നു. അങ്ങനെ ഒരു മാതൃക നാം കാണിക്കേണ്ടത് അത് നാം എവിടൊക്കെ ആയിരിക്കുന്നു, സ്കൂളിലായിരിക്കുമ്പോൾ, നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ, സമൂഹത്തിലായിരിക്കുമ്പോൾ, നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഒക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ അനുസരണയുള്ളവരാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഈ പാട്ട് ഞാൻ കേട്ടിട്ടില്ല, നല്ല വരികളാ. ആരാ എഴുതിയെന്ന് എനിക്ക് നല്ല സംശയം. അറിയാവോ അത് ആരാ എഴുതിയതെന്ന്? എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഒന്ന് റിസർച്ച് ചെയ്തായിരുന്നു ഈ പാട്ടിനെ കുറിച്ച്. ഈ പാട്ട് എന്തെങ്കിലും പഠിക്കണമല്ലോ, കേൾപ്പിക്കണമല്ലോ. അങ്ങനെ റിസർച്ച് ചെയ്തപ്പോ ടോം സി എബ്രഹാം എന്നുള്ള ഒരു വ്യക്തിയാണ് ഈ പാട്ട് എഴുതിയേക്കുന്നത്. അച്ചാച്ചന്റെ പേരെന്തായിരുന്നു? ടോം എന്നാണ്. ടോം സി എബ്രഹാം. ഞാൻ തന്നെയാണ്. ഇദ്ദേഹമാണ്
ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. നല്ലൊരു കൈയടി കൊടുത്ത ഈ അച്ചാച്ചന്. നല്ല വരികളാട്ടോ, ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നല്ല വരികളാ. ദൈവം നല്ല കൃപ തന്നിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനേകം ഗാനങ്ങൾ എഴുതുവാനും ഈണം പകരാനൊക്കെ ദൈവം സഹായിക്കട്ടെ. അപ്പൊ ഞാൻ ഈ പാട്ട് പാടണമെന്ന് പറഞ്ഞപ്പോൾ എന്നോടൊപ്പം ഡാനി ചാച്ചനും വന്നു. ഞാനും പാടാന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ വന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ പാട്ട് ഒന്നുകൂടെ, ഞാൻ ആ വരികളൊന്ന് പറഞ്ഞു തരാം. നിങ്ങളത് ഒന്ന് താഴെ സ്ക്രോളിങ്ങിൽ എഴുതി വരുന്നുണ്ടല്ലോ, അതൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കാനൊക്കെയുള്ള അവസരം കർത്താവ് നൽകി തരട്ടെ. മറുവാക്കു ചൊല്ലാതെ തൻമൊഴികൾ കാതോർത്ത് കേൾക്കുവാൻ, തിരുമുഖശോഭ നിത്യം കണ്ടിടുവാൻ എന്നെ യോഗ്യനാക്കണമേ, അതിനെന്നെ പ്രാപ്തനാക്കണമേ. ഞാൻ ഏതുമില്ലെന്ന് ചൊല്ലുന്നേ, തിരുരക്തം എൻ്റെ പ്രാണനു മറുവിലയായി, തിരുമുറിവിൽ നിന്നൊഴുകും സ്നേഹനദി അത് എന്നിൽ കവിഞ്ഞിടട്ടെ. ആ ഒരു സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, യേശു നമുക്ക് കാട്ടിയ, യേശു നമുക്ക് നൽകിയ ആ ഒരു സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ, നാം മറ്റുള്ളവരെ അനുസരിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കുവാനൊക്കെയുള്ള ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുവോ? യേശുപ്പച്ചൻ കാണിച്ച വലിയൊരു മാതൃക അല്ലേ ഡാനി ചാച്ച? യേശുപ്പച്ചൻ കാണിച്ച വലിയൊരു മാതൃക, അത് നമ്മൾ കാണിക്കേണ്ടത്, നമ്മളത് പിന്തുടരേണ്ടത് ആവശ്യമാണ്. അനുസരണത്തിൽ തികഞ്ഞവരാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കണം. ഞങ്ങൾ ഒന്നുകൂടെ ഈ പാട്ടൊന്ന് പാടാം. നിങ്ങൾ ഈ പാട്ട് പാടണം. ഞാൻ എഴുതിയ പാട്ടായതുകൊണ്ട് പറയല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പാടണം. ഇതിപ്പോ സ്വയം പ്രശംസ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഈ താലന്ത് പരിശോധനയുടെ ഒക്കെ ഒരു സീസൺ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഈ പാട്ട് പഠിച്ച്, നിങ്ങൾ താലന്ത് പരിശോധനയ്ക്കൊക്കെ ഞാൻ ചിലയിടത്തൊക്കെ ജഡ്ജായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കൂടുതൽ കേൾക്കുന്നത് ഈ ആരാധന പാട്ടുകൾ കുഞ്ഞുങ്ങൾ വന്ന് പാടും. അപ്പൊ ജഡ്ജസ് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ, അയ്യോ ഇതൊരു വർഷിപ്പ് സോങ് ആയി പോയല്ലോ, മറ്റൊരു പാട്ടായിരുന്നെങ്കിൽ മാർക്ക് നൽകാറില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പാട്ട് പാടിയിട്ട് മാർക്ക് കിട്ടിയില്ലെങ്കിൽ ആരും അച്ചാച്ചനെ ഒന്നും പറയില്ല. അച്ചാച്ചന്റെ ഫോൺ നമ്പർ നമ്മൾ താഴെ എഴുതി കാണിക്കും. അച്ചാച്ചനെ വിളിച്ചിട്ട് അതിനുള്ള മറുപടി നിങ്ങൾക്ക് കൊടുക്കാവുന്ന. ഇല്ല, നല്ല പാട്ടാണ്, നിങ്ങൾ ഇത് പാടിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സമ്മാനം ലഭിക്കും. അതിന് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. നല്ല പാട്ടാണ്. ഓക്കെ, നമുക്ക് പാട്ട് ഒന്നുകൂടെ പാടാം. നിങ്ങൾ വളരെ ധ്യാനത്തോടെ പ്രാർത്ഥനയോടെ പാടാം. കർത്താവേ, അങ്ങ് പറയുന്ന വാക്കുകൾ അനുസരിക്കാനായിട്ട് ഒരു കൃപ എൻ്റെ മേൽ പകരണം. ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് പൗഷൻ ടീം ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നിങ്ങളെല്ലാവരും അനുസരണമുള്ളവരായി തീരണം. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ പകരപ്പെടണം. കർത്താവിൻ്റെ ഇഷ്ടം നിങ്ങളിൽ ഉണ്ടാവണം. അതിന് ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. ഈ പാട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടുകയാണ്. ഞങ്ങളോടൊപ്പം ചേർന്ന് പാടാം. കർത്താവ് അതിന് നമ്മെ സഹായിക്കട്ടെ. മറുവാക്കു ചൊല്ലാതെ തൻമൊഴികൾ കാതോർത്തു കേൾക്കുവാൻ, മറുവാക്കു ചൊല്ലാതെ തൻമൊഴികൾ കാതോർത്തു കേൾക്കുവാൻ, തിരുമുഖശോഭ നിത്യം കണ്ടിടുവാൻ, തിരുമുഖശോഭ നിത്യം കണ്ടിടുവാൻ യോഗ്യനാക്കിയിടണമേ, എന്നെ പ്രാപ്തനാക്കിയിടണമേ, യോഗ്യനാക്കിയിടണമേ, എന്നെ പ്രാപ്തനാക്കിയിടണമേ. ഞാനേതുമില്ലെന്നു ചൊല്ലിടുന്നേ, തിരുരക്തം എൻ പ്രാണനു മറുവിലയാ. ഞാനേതുമില്ലെന്നു ചൊല്ലിടുന്നേ, തിരുരക്തം എൻ പ്രാണനു മറുവിലയാ. തിരുമുറിവിൽ
സ്നേഹനദി എന്നിൽ കവിഞ്ഞിടട്ടെ. തിരുമുറിവിൽ നിന്നൊഴുകും സ്നേഹനദി എന്നിൽ കവിഞ്ഞിടട്ടെ. മറുവാക്കു ചൊല്ലാതെ തന്മൊഴികൾ കാതോർത്തു കേൾക്കുവാൻ. മറുവാക്കു ചൊല്ലാതെ തന്മൊഴികൾ കാതോർത്തു കേൾക്കുവാൻ. തിരുമുഖശോഭ നിത്യം കണ്ടിടുവാൻ. തിരുമുഖശോഭ നിത്യം കണ്ടിടുവാൻ. യോഗ്യനാക്കിയിടണമേ എന്നെ, പ്രാപ്തനാക്കിയിടണമേ. യോഗ്യനാക്കിയിടണമേ എന്നെ, പ്രാപ്തനാക്കിയിടണമേ. കൂട്ടുകാരെ, നിങ്ങൾക്ക് പാട്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിശ്വസിക്കുകയാ. തുടർന്ന് നിങ്ങളിത് കേൾക്കാനും പാടാനും ഒക്കെയുള്ള അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ. ഞങ്ങൾ പറഞ്ഞതുപോലെ യേശുപ്പച്ചൻ കാണിച്ച വലിയൊരു മാതൃക പിന്തുടരുവാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞങ്ങൾ 3 പേരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാ. പവർ വിഷൻ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അച്ഛാ എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് നമ്മുടെ ആദ്യം ചോദിച്ചപ്പോഴേ അനുസരണത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ ഒരു കുറ്റം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. ചുമ്മാതാട്ടോ, നല്ല തല്ല് കൊണ്ടിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ ആയിരിക്കും, നല്ല തല്ല് കൊണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് എന്താണ് അനുസരണം എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. എന്തിനാണ് തല്ല് കൊണ്ടതെന്ന് മനസ്സിലായത് ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വന്നപ്പോഴാണ്. നിങ്ങളുടെ ഉള്ളിലും ദൈവസ്നേഹം വരട്ടെ. അനുസരണത്തോടു കൂടി ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, അടുത്ത സെഗ്മെന്റ്സിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. രസകരമായ ഒത്തിരി വിഭവങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. കൂട്ടുകാരെ, നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? എന്നൊരു ക്വസ്റ്റ്യൻ കേട്ടാലോ? അതിനായിട്ട് സോഫി ചേച്ചി വെൽക്കം ചെയ്യാം. ഓവർ ടു ദ ക്യൂ ടൈം. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ചേച്ചി ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അനുസരിക്കുന്നത് ഡാഷിനേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ ഡാഷിനേക്കാളും നല്ലത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാവുന്നവർ വേഗം കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ആൻസർ ചെയ്യേണ്ടതാണ്. ആൻസർ അറിയാത്ത കൂട്ടുകാർ വിഷമിക്കേണ്ട. ഈ എപ്പിസോഡിൻ്റെ അവസാനം അതിൻ്റെ ഉത്തരം പറയുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ കേട്ടോ? ക്വസ്റ്റ്യൻ്റെ ആൻസർ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഷൈൻ ടൈമിലോട്ടാണ്. ഓവർ ടു ദ ഷൈൻ ടൈം. ഒരു ബാലെ നപ്പമിനും കൊണ്ട്
നിങ്ങൾക്ക് പാട്ടും ആക്ഷൻ സോങ്ങും എല്ലാം ഇഷ്ടപ്പെട്ടോ? എന്നാൽ അടുത്തതായിട്ട് ലെയിൻ ടൈമാണ്. ഓവർ ടു ദ ലെയിൻ ടൈം. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ലേൺ ടൈമിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഓരോ ആഴ്ചയും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? ഓക്കെ, അപ്പം നിങ്ങളിവിടെ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പോയി പറഞ്ഞു കൊടുക്കണേ. നമ്മൾ എല്ലാ ആഴ്ചയും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പം ഇന്ന് നമ്മളൊരു പുതിയ കാര്യം പഠിക്കാൻ പോവാണേ. നമ്മുടെ കയ്യിലൊക്കെയുള്ള ബൈബിൾ ബുക്ക് ഏതായിരുന്നു? ബൈബിൾ. ക്രിസ്ത്യൻസിൻ്റെ ഹോളി ബുക്ക് ഏതാ? ബൈബിൾ. അപ്പം നമ്മുടെ ബൈബിള് ഫസ്റ്റ് പ്രിന്റഡ് ആയിട്ടുള്ള എഡിഷനായിട്ട് നമുക്ക് കിട്ടുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? ജോഹാനസ് ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തൻ്റെ പ്രിന്റിംഗ് പ്രസ്സിൽ ആദ്യമായിട്ട് ഇൻവെന്റ് ചെയ്തതാണ് പ്രിന്റഡ് ആയിട്ടുള്ള മൂവബിൾ ടൈപ്പ് ആയിട്ടുള്ള ബൈബിൾ. ഇത് മറക്കരുത് ഒരിക്കലും. ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവെന്റ് ചെയ്തത് ആരാന്നറിയാമോ? ജോഹാനസ് ഗുട്ടൻബർഗ്. ജോഹാനസ് ഗുട്ടൻബർഗ് ജർമ്മനിയിലെ മെയിൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 1455 ആദ്യമായിട്ട് പ്രിന്റഡ് ബൈബിൾ ഈ ലോകത്തിലേക്ക് തരാനിടയായി തീർന്നത്. അതിനു മുന്നേ ഡയമണ്ട് സൂത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ഒരു അവരുടേതായ ഒരു ബുക്കൊക്കെ പ്രിന്റഡ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മാസ് വോളിയത്തിൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടന്ന ഒരു പുസ്തകമാണ് നമ്മുടെ ബൈബിൾ. ഏത് ഇയറിലാണെന്നത്? 1455 ജോഹാനസ് ഗുട്ടൻബർഗ് ജർമ്മനിയിലെ മെയിൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ ബൈബിൾ നമുക്ക് ഇൻവെന്റ് ചെയ്ത് തരുന്നത്. അതിനുശേഷം ഈ ലോകത്തിലേക്ക് വിവിധ ഭാഷകളിലേക്ക് മാത്രമല്ല ഇംഗ്ലീഷിൽ നിന്നും പല ഭാഷകളിലേക്ക് ബൈബിൾ പ്രിന്റ് ചെയ്തിട്ട് ഈ ലോകത്തിൽ ഫുള്ള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് നമ്മുടെ കയ്യിൽ ബൈബിൾ വരുന്നത്. പക്ഷേ ഈ ബൈബിൾ എന്നുള്ള ഈ പുസ്തകം ആദ്യമായിട്ട് എഴുതുന്നത് നമുക്കറിയാം, നിങ്ങളൊരു പക്ഷെ പഠിച്ചിട്ടുണ്ടാകാം. 40ഓളം എഴുത്തുകാരാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്ന കോണ്ടിനെന്റ്സിൽ നിന്നും പല സ്ക്രോൾസ് ആയിട്ടും എഴുത്തുകളൊക്കെ ആയിട്ട് പലർക്കും പലയിടങ്ങളിൽ നിന്നും കിട്ടി. ആ എഴുതിയവരിൽ പലർ കിങ്സ് ഉണ്ടായിരുന്നു, ഷെപ്പേർഡ്സ് ഉണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു. അങ്ങനെ പലവിധമായ ആളുകളാൽ 40ഓളം എഴുത്തുകാരാൽ എഴുതപ്പെട്ടതാണ് നമ്മുടെ വേദപുസ്തകം. അപ്പം ഇത് ആദ്യമായിട്ട് എഴുതിയ, അതായത് നമ്മുടെ ബൈബിളിന്റെ ഒറിജിനൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്കറിയാം അരാമിക് അല്ലെങ്കിൽ ഹീബ്രു എന്നുള്ള ലാംഗ്വേജസ് ആണ് അതിൻ്റെ മെയിൻ, അതിൻ്റെ ഒറിജിനൽ വേർഷൻ എന്നുള്ളത്. അതിൽ നിന്നുമാണ് നമ്മളിപ്പോൾ വായിക്കുന്ന ഇംഗ്ലീഷ് ബൈബിൾ ആയാലും മലയാളമായാലും തമിഴായാലും ഏത് ലാംഗ്വേജസിലോട്ടും നമ്മുടെ ബൈബിൾ പ്രിന്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിള് ഒത്തിരി പേര് വില കൊടുത്തിട്ട് പ്രിന്റ് ചെയ്തെടുത്ത, അല്ലെങ്കിൽ ആദ്യം പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പേ ഒത്തിരി പേര് കൈകളാൽ എഴുതി കൊണ്ടുവന്നതും അതിനുശേഷം പ്രിന്റ് ചെയ്തതുമാണ്. അപ്പം ഒത്തിരി വില കൊടുത്തിട്ടാണ് നമ്മുടെ കയ്യിലൊക്കെ ബൈബിൾ വന്നേക്കുന്നത്. അതുകൊണ്ട് ലേൺ ടൈമിൽ ഇന്ന് കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും ആ ബൈബിള് കയ്യിൽ വെച്ചിട്ട് യേശുപ്പച്ചന് ഒരു വലിയ താങ്ക്സ് പറയണം. യേശുപ്പച്ച, ഞങ്ങളുടെ കയ്യിൽ ഈ ബൈബിള് തരാൻ വേണ്ടി നീ ഉപയോഗിച്ച എല്ലാവർക്കുമായിട്ട് ഒത്തിരി നന്ദി പറയണം കേട്ടോ. കാരണം ഇപ്പോഴും നമ്മുടെ ബൈബിള് കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളും ഉള്ളവർക്ക് യേശുപ്പച്ചൻ ആരാണെന്നോ ബൈബിൾ എന്നുള്ള പുസ്തകം എന്താണെന്നോ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒത്തിരി പേരുണ്ട്. മാത്രമല്ല അവരുടെ ലാംഗ്വേജസിലൊന്നും ബൈബിൾ ഇതുവരെയും എഴുതപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഈ ലേൺ ടൈമിൽ നിങ്ങൾ ഈ അറിഞ്ഞ ഈ അറിവിൽ നിന്നും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. കർത്താവേ, ബൈബിൾ അച്ചടിക്കാത്ത എല്ലാ ഭാഷകളിലും ബൈബിൾ അച്ചടിക്കണം. ഏതൊക്കെ ഭാഷകളിലാണോ ഇല്ലാത്തത്, ആരൊക്കെയാണ് യേശുപ്പച്ചനെ അറിയാത്തത്, ഏതെല്ലാം ലാംഗ്വേജസിലാണ് ഇല്ലാത്തത്, ആ സ്ഥലങ്ങളിലേക്കെല്ലാം ദൈവവചനം എന്ത് ചെയ്യണം? എത്തണം. നമുക്ക് ഈ ബൈബിള് ജോഹാനസ് ഗുട്ടൻബർഗ് ഒക്കെ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ അടിച്ചൊക്കെ തന്നതുകൊണ്ടും അതിനുശേഷം വലിയൊരു റെവല്യൂഷൻ തന്നെ സംഭവിച്ചു. അതിന് ഗുട്ടൻബർഗ് റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. കാരണം വലിയ മാസ് വോളിയത്തിലാണ് ബൈബിൾ വളരെ സ്പീഡായിട്ട് തന്നെ അതിൻ്റെ സെയിൽസ് ഒക്കെ നടക്കാൻ ഇടയായി തീർന്നു. അത് വളരെ മെറ്റാലിക് ആയിട്ടുള്ള മൂവബിൾ ടൈപ്പ് ആയിട്ടുള്ള ലെറ്റേഴ്സും വെച്ചിട്ടാണ് അദ്ദേഹം ആ ബൈബിൾ പ്രിന്റ് ചെയ്തത്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ബൈബിൾ കാണാൻ തന്നെ. ഏകദേശം 180 കോപ്പീസോളം ബൈബിൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് ജർമ്മനിയിൽ ഉണ്ടെന്നുള്ളതാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അതിനുശേഷമാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ബൈബിൾ നമ്മൾ ഇന്ന് കാണുന്ന പരുവത്തിലേക്ക് നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് ബൈബിൾ എപ്പോഴും കയ്യിൽ വെച്ച് യേശുപ്പച്ചന് ഒത്തിരി താങ്ക്ഫുൾ ആയിരിക്കണം. മാത്രമല്ല ചേച്ചി പറഞ്ഞതുപോലെ യേശുപ്പച്ചനോട് പറയണം, കർത്താവേ, എല്ലാ ഭാഷകളിലും ഇതുപോലെ ബൈബിൾ അച്ചടിക്കാനായിട്ടുള്ള വ്യക്തിജീവിതങ്ങളെ നീ എഴുന്നേൽപ്പിക്കണമേ എന്ന്.
നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു ചേച്ചി. അടുത്തതായിട്ട് ഫൺ ടൈം ആണ്. ഓവർ ടു ദ ഫൺ ടൈം. ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഫൺ ടൈമിലേക്ക് സ്വാഗതം. എല്ലാവരും വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഫൺ ടൈം അല്ലേ? പണ്ട് നമ്മൾ ഫൺ സോൺ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ തന്നെ നിങ്ങളോട് ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അപ്പം മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളുടെയൊക്കെ ഫൺ ടൈം ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഫൺ ടൈം നിങ്ങൾക്ക് മുമ്പിൽ അച്ചാച്ചന്മാരും ചേച്ചിമാരും ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ടല്ലേ. ഇന്ന് ഞാനും ഫൺ ടൈമിൽ നിങ്ങളോടൊപ്പം എത്തിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം ഇന്ന് പുതിയൊരു അച്ചാച്ചനുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഹായ്. ഹായ്. യെസ്, അച്ചാച്ചൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കണ്ടോ, കുട്ടികളെ പോലെ ഹായ് എന്നൊക്കെ കാണിച്ചിരിക്കുകയാണല്ലേ. അച്ചാച്ചൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമോ? അച്ചാച്ച ഒന്ന് പരിചയപ്പെടുത്തിക്കേ. എൻ്റെ പേര് സജു. സജു അച്ചാച്ചനാണ് ഇന്ന് നമ്മളോടൊപ്പം ഫൺ ടൈം ഉള്ളത്. അച്ചാച്ച, നമുക്ക് കൂട്ടുകാരെ ഒന്ന് ഹാപ്പി ആക്കിയാലോ? തീർച്ചയായും. ഓക്കെ, ഓൾ ദ ജീസസ് ലാംസ്, ആർ യു റെഡി? യെസ്. അപ്പം കൂട്ടുകാരെല്ലാവരും ഭയങ്കര റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഫൺ ടൈമിലേക്ക് കയറിയാലോ അച്ചാച്ച? ഓക്കെ, ഇന്നത്തെ ഫൺ ടൈമിൽ എന്താണെന്ന് അച്ചാച്ചൻ പറയണോ അതോ ഞാൻ പറയണോ? ചേച്ചി തന്നെ പറഞ്ഞോളൂ. ഓക്കെ, ഇന്നത്തെ ഫൺ ടൈമിൽ നമ്മൾ നേരത്തെ ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് പ്രസൻറ്റ് ചെയ്യുകയാണ്. ബൈബിളിലെ കുറച്ച് വ്യക്തികളെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. പക്ഷെ പരിചയപ്പെടുത്തുന്നത് ഞാനും അച്ചാച്ചനും കൂടെ ചില ആക്ഷനൊക്കെ കാണിച്ചത് ആരാണെന്നാണ് ചോദിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ആക്ഷനൊക്കെ കാണിച്ച് നിങ്ങൾക്കൂടെ ചിരി വരും. പക്ഷേ കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് നിങ്ങൾ ആരാണെന്ന് ഉത്തരം പറയുക. ചാച്ചാ, കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി കാണും അല്ലേ? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം തന്നെ ചിരിക്കുമെന്ന് തോന്നുന്നു. എന്നാൽ സാരമില്ല, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം പഴയ നിയമത്തിൽ നിന്നാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പുതിയ നിയമത്തിൽ ചോദിക്കാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഇന്നലെ, നാളെ, പുസ്തകം, ബൈബിൾ. ഓക്കെ, പഴയ നിയമം. ഓക്കെ, പ്രായമുള്ള ആളാണോ? ഓ, ആൺ വ്യക്തിയാണ്. ഓക്കെ ഓക്കെ. പനി, ജലദോഷം, തലവേദന, ചുമ, ചൊറിച്ചിൽ. ഓക്കെ, പഴയ നിയമത്തിൽ ചൊറിയുന്ന ഇതാണ്. പഴയ നിയമത്തിൽ അങ്ങനെയുള്ള ആള് കുറേ പേരുണ്ടല്ലോ ചേച്ചി. കുറേ പേരൊക്കെ അച്ചാച്ചനെ അറിയാം കേട്ടോ. ബൈബിളിൽ അങ്ങനെ. പക്ഷെ നമ്മൾക്ക് റൈറ്റ് ആൻസർ ആണ് വേണ്ടത്. ഓക്കെ, ഞാൻ വിചാരിച്ച ഒരു ആൻസർ ഉണ്ട്, അതാണ് എനിക്ക് വേണ്ടത്. നയമാനാണോ? അല്ല. ഇയ്യോബാണോ? അപ്പം ശരി ഉത്തരം ഇയ്യോബാണേ. അച്ചാച്ചൻ എന്നെ കുറെ കുഴപ്പിക്കുകയായിരുന്നല്ലോ. അപ്പം നമുക്ക് അടുത്ത നോക്കിയാലോ? അടുത്ത ചോദ്യത്തിലേക്ക്. യെസ്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ അച്ചാച്ചനാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഉത്തരം അറിയാവുന്നവരെല്ലാം വേഗം കമന്റ് ബോക്സിൽ എഴുതി അയക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വട്ടം. രണ്ടാമത് കാണിച്ചത് മൃഗമാണോ? ഓക്കെ, പാത്രത്തിൽ വെള്ളം ഒഴിച്ചു. പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ? പഴയ നിയമത്തിൽ. ഓക്കെ, കുഴിയും മൃഗം ചാടിയോ? ദാനിയേലാണോ? ഓ, ദാനിയേലാണ് അച്ചാച്ചൻ കാണിച്ചത്. എനിക്ക് തോന്നുന്നു സിംഹക്കുഴി കൊണ്ടുവന്ന് ദാനിയേലിനെ ഇട്ട കഥയാണ് അച്ചാച്ചൻ കാണിച്ചത്. ഓക്കെ, എനിവേ ഈസി ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കും. ഞാൻ വിചാരിച്ച അച്ചാച്ചൻ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ ഇല്ല, നമ്മുടെ വീട്ടിലൊക്കെ വലിയ ചരിവും പാത്രമൊക്കെ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അച്ചാച്ചാ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഓക്കെ, കൂട്ടുകാരെല്ലാവരും വേഗം തന്നെ ആൻസർ അയക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പഴയ നിയമം. ഓ, ചേച്ചിയാണ്. ഓക്കെ, ഉറവശം കുഞ്ഞ്. ഓക്കെ, ഹാഗാർ. പ്രാർത്ഥിക്കുന്നതാണോ? ഓക്കെ, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ? ഹന്ന. യെസ്, റൈറ്റ് ആൻസർ ഹന്നയാണ്. അച്ചാച്ചൻ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഭയങ്കര ബ്രില്യൻ്റ് ആണ് കേട്ടോ. നമ്മളൊക്കെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ അച്ചാച്ചൻ പെട്ടെന്ന് ബൈബിളിൽ ഒരാളുടെ പേര് മാത്രമല്ല കുറെ പേരുടെ പേരൊക്കെ പറഞ്ഞു തരുന്നു കേട്ടോ. അച്ചാച്ചന് നല്ലതായിട്ട് ബൈബിളൊക്കെ അറിയാം. നമുക്ക് അച്ചാച്ച അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന്. യെസ്, ചേച്ചിയുള്ള അടുത്ത ചോദ്യം പഴയ നിയമത്തിലുള്ള ഒരു ഇത് തന്നെയാണ്. ഓക്കെ, ഞാൻ ആക്ഷൻ കാണിക്കാം. വീട്, തോണി,
ഒന്നുകൂടെ കാണിച്ചു ചാച്ച. പഴയ നിയമത്തിലെയാണ്. ഓക്കെ, ആണാണ്. ദൈവം സംസാരിച്ചു. ഓ, പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞത് നോഹ. കറക്റ്റ് ആൻസർ. ഓക്കെ, നോഹയെ കുറിച്ചാണ് നമ്മുടെ അച്ചാച്ചൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? എന്നെ കുറച്ച് അച്ചാച്ചൻ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട്. എനിക്കറിയാം അച്ചാച്ചൻ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഭയങ്കര മിടുക്കരാണ് കേട്ടോ. നമ്മളെക്കാൾ ബ്രില്യൻസ് ആണ് അവർ. എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? യെസ്, കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ കണ്ടോ, നല്ല പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുന്നുണ്ട്. കൂട്ടുകാരൊക്കെ നല്ല ബ്രില്യന്റ് കൂട്ടുകാരാണ്. അപ്പൊ ചാച്ചാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പഴയ നിയമം. യെസ്, ഞാൻ തന്നെ അല്ല ചാച്ച ചോദിക്കണ്ടേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. എല്ലാവരും നല്ല ശ്രദ്ധയോട് തന്നെ നോക്കിയിരിക്കുക. എനിക്ക് തന്നെ ഇവിടെ ഇരുന്നിട്ട് നാക്കുളുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോട് തന്നെ കേട്ടിരിക്കുക, നോക്കിയിരിക്കുക. ഓക്കെ, അതെ, ഒരു പഴയ നിയമം. ശക്തിശാലിയായിട്ടുള്ള ആള്. ഓക്കെ, ബാർബർ ആണോ? പഴയ നിയമത്തിൽ ബാർബറിന്റെ കഥയോ? ഓക്കെ, ഒരു തവണ. ശക്തിശാലിയാണ്. ഓക്കെ, മുടിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. ശക്തിശാലി, മുടി. ഗിദെയോൻ അല്ല, പഴയ നിയമത്തിലെ ശക്തിശാലി. ഒത്തിരി പേരുമായിട്ട് അടിയുണ്ടാക്കിയ ആളാണ്. ഒത്തിരി പേരെ കൊന്ന ആളാണ്. ഓക്കെ, ബൈബിളിലെ ശക്തിശാലിയായി, മുടിയിൽ ശക്തിയുള്ള അല്ലേ? ശിംശോൻ. യെസ്, റൈറ്റ് ആൻസർ, ശിംശോൻ. കണ്ടോ, അച്ചാച്ചൻ അറിയാം കേട്ടോ. എങ്ങനെയൊക്കെ ക്ലൂ കൊടുത്തെന്ന് പറഞ്ഞാലും അച്ചാച്ചൻ നല്ല വ്യക്തമായിട്ട് ആളെ അറിയാം കേട്ടോ. അച്ചാച്ചൻ കാണിച്ചു കണ്ടില്ലേ? എനിക്ക് തോന്നുന്നു അച്ചാച്ചൻ ജിമ്മിലൊക്കെ പോയി എപ്പോഴും ഇങ്ങനെ കാണിക്കുന്ന ആളാ തോന്നുന്നു. അതുകൊണ്ട് അച്ചാച്ചൻ നല്ല പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ അച്ചാച്ചൻ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്. പഴയ നിയമം. ഓക്കെ, ഭക്ഷണമാണോ? ഓക്കെ, പാമ്പ് വന്നോ? ഹൗവ. കറക്റ്റ് ആൻസർ. യെസ്, ഹൗവ. അത് പിന്നെ ആർക്കെങ്കിലും കണ്ടുപിടിച്ചു. ആപ്പിൾ കാണിച്ചു തിന്നാലും പാമ്പിനെയും ആപ്പിളിനെയും കൂടെ ഒരുമിച്ച് കഴിച്ചാൽ നമുക്ക് ഹൗവയാണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. ചാച്ചാ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. ഓക്കെ, ഓക്കെ ഓക്കെ, പ്രായമുള്ള ഒരാളാണ്. ഓക്കെ, കുഞ്ഞുണ്ട്, നടന്നുപോയി, മലയുടെ മുകളിൽ. ഓക്കെ, കട്ടിലിൽ കിടത്തി. ഓക്കെ, യാഗപീഠത്തിൽ കിടത്തി. ഇസഹാക്കാണോ? യെസ്, ഇസഹാക്കിനെയാണ് നമ്മൾ ചോദിച്ചത്. അച്ചാച്ചൻ അതിന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ സമയമൊക്കെ തീരാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാ, ഞാൻ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യന് പുതിയ നിയമത്തിൽ വെറൈറ്റി ചോദ്യം. ഓക്കെ, ചെറിയ ആളാണ്. ഓക്കെ, ചെറിയ കുട്ടിയാണോ? വലിയ ആളാണ്, നീളം കുറഞ്ഞ ആളാണ്. ഓക്കെ, കേറിപ്പോയി. ചെറിയ ആള് കേറിപ്പോയി. എവിടെ കേറിപ്പോയി? അച്ചാച്ചന് കത്തിയിട്ടുണ്ട്, എന്നെ ഇട്ട് വട്ടം കളിപ്പിക്കുന്ന. ചെറിയ ആളാണ്, എവിടെ കേറിപ്പോയി എന്ന് പറയുന്നു. ചേച്ചി ഒന്നൊന്ന് ഡീറ്റെയിൽ ആക്കാവോ? ചെറിയ ആളാണ്. ഓക്കെ, വ്യക്തിയാണ്. സക്കായി. യെസ്, സക്കായി. എനിക്കറിയാം, അച്ചാച്ചൻ എന്നെ കുറച്ചിട്ട് വട്ടം കറക്കിയതാണ് കേട്ടോ. അച്ചാച്ചൻ ഫൺ ടൈമിൽ കയറുന്നത് എന്നെയും കൂടെ കുഴപ്പിക്കുകയാണ് അച്ചാച്ചൻ. എനിവേ, ഇന്നത്തെ ഫൺ ടൈം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സജോ ചാച്ചാ, അച്ചാച്ചൻ ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? യെസ്, അച്ചാച്ചൻ ആദ്യമായിട്ടല്ലേ ഇന്നത്തെ ഫൺ ടൈമിൽ? എങ്ങനെ ഉണ്ടായിരുന്നു അച്ചാച്ചൻ്റെ എക്സ്പീരിയൻസ്? യെസ്, അച്ചാച്ചൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നിങ്ങൾ ഇന്നത്തെ ഫൺ ടൈമിൽ ഒത്തിരി ഹാപ്പി ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം അച്ചാച്ചൻ, നമുക്ക് എങ്ങനെ പോയാലോ? ഓക്കെ, അപ്പം ഇന്ന് ആൻസർ അയച്ച എല്ലാ കൂട്ടുകാരെയും ശിപ്പച്ചൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. ഇനി നമുക്ക് വെയിറ്റ് ടൈമാണ്. നമ്മളുടെ കൂടെ ഇപ്പം ജോൺ ജേക്കബ് അങ്കിളുണ്ട്. ഓവർ ടു ദ വെയിറ്റ് ടൈം. ഒത്തിരി സന്തോഷത്തോടെ, ഏറെ പ്രതീക്ഷയോടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുന്ദരി സുന്ദരന്മാർക്കും കൊച്ചു കൂട്ടുകാർക്കും അങ്കിളിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അങ്കിളുടെ പേര് ജോൺ ജേക്കബ്. അങ്കിൾ
ഒറ്റയ്ക്കല്ല വന്നത്, വളരെ സുന്ദരിയായിരിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരെ കൂടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൂട്ടുകാരിയുടെ പേരൊന്ന് പരിചയപ്പെടുത്തട്ടെ. വളരെ മിടുക്കിയായിരിക്കുന്ന ആ കൊച്ചു കൂട്ടുകാരിയുടെ പേര് വൈറ്റ് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു സുന്ദരിയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ആ വൈറ്റ് ഏഞ്ചലിനെ കാണാൻ ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം അങ്കിൾ വൈറ്റ് ഏഞ്ചലിനെ ഒന്ന് പരിചയപ്പെടുത്താം. മക്കളെ, നമ്മൾ വൈറ്റ് ഏഞ്ചലിനെ കാണുന്നതിന് മുമ്പ് അങ്കിൾ ഒരു കൊച്ചു വെസൽ പരിചയപ്പെടുത്തുകയാണ്. വളരെ എം ടി ആയിരിക്കുന്ന ഒരു കൊച്ചു വെസൽ അങ്കിൾ ഒന്ന് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് 1 2 3 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വൈറ്റ് ഏഞ്ചൽ നമ്മുടെ മുൻപിലേക്ക് വരികയും, നോക്കുക എത്ര സുന്ദരിയാണല്ലേ. നല്ല വെള്ളി ചിറകുകളുള്ള, ചുമന്ന ചുണ്ടുകളുള്ള, തെളിനീരിലെ കരിമീൻ പോലെ ഇളകിയാടുന്ന കണ്ണുകളുള്ള ഒരു സുന്ദരി പെണ്ണല്ലേ. ഇതുപോലെ ഒരുപാട് കൂട്ടുകാർ അങ്കിളിനുണ്ട്. പക്ഷേ ഈ ഒരു വൈറ്റ് ഏഞ്ചലിനോട് അങ്കിളിന് ഒത്തിരി ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ വൈറ്റ് ഏഞ്ചലിന് മറ്റാർക്കുമില്ലാത്തൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത മറ്റൊന്നുമല്ല, ഇത് നന്നായിട്ട് അനുസരിക്കുന്നൊരു കൊച്ചു കൂട്ടുകാരിയാണ്. നോക്കുക, സാധാരണ കൂട്ടുകാരെല്ലാം ഞാൻ അടുത്തേക്ക് മാടി വിളിക്കുമ്പോൾ, പറന്നകലുമ്പോൾ ഈ വൈറ്റ് ഏഞ്ചൽ എങ്ങനെയാണെന്നറിയാമോ? ഓടി അങ്കിളുടെ കരങ്ങളിലേക്ക് വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വൈറ്റ് ഏഞ്ചലിനെ ഒത്തിരി 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 ഇഷ്ടമാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ തീമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞല്ലേ. അനുസരണം. വൈറ്റ് ഏഞ്ചൽ അനുസരിക്കുന്നതോടെ തന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും അനുസരിച്ചാൽ യേശുവപ്പച്ചൻ നിങ്ങളോട് എങ്ങനെയാണ്? ഒത്തിരി ഇഷ്ടമാകും. നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ തീം ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. വൈ ഒബീഡിയൻസ് മാറ്റേഴ്സ് അല്ലേ. വൈ ഒബീഡിയൻസ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അനുസരണത്തിൻ്റെ പ്രാധാന്യത? എന്താണ് അനുസരണത്തിൻ്റെ പ്രാധാന്യത? നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഒരു വാക്യശകലം എന്ന് വായിക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, വളരെ ചെറുപ്പം തൊട്ട് നമ്മൾ പറഞ്ഞ് മനഃപ്പാടമാക്കി സൺഡേ സ്കൂളിലും അതുപോലെ തന്നെ മറ്റു പ്രോഗ്രാമുകളൊക്കെ പറഞ്ഞ ഒരു ചെറിയ വാക്യമാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. വളരെ സുപരിചിതമാണ്. ഇങ്ങനെയാണ്: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുക. വളരെ സുപരിചിതമായിട്ടുള്ള വാക്യമാണ്, ചെറിയൊരു വാക്യമാണ് അല്ലേ. അവിടെ പറയുന്നത് എന്താണ്? മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുക. നോക്കൂ, അതിൻ്റെ 2-ാമത്തെ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു: അത് ന്യായമല്ലോ. ഏറ്റവും ഉചിതമായിരിക്കുന്ന, ഏറ്റവും റൈറ്റായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവാത്മാവ് ലേഖന കർത്താവിലൂടെ നമ്മോട് പറയുന്നത് അല്ലേ. അതൊരു ഓപ്ഷണൽ മാത്രമല്ല, നമുക്ക് തിരഞ്ഞെടുക്കുവാൻ അവിടെ മറ്റൊരു മാർഗമില്ല. പകരം അതൊരു കമാൻഡാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ദൈവാത്മാവ് ശക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ മാതാപിതാക്കളെ അനുസരിച്ച് മതിയാകൂ. നമ്മൾ മാതാപിതാക്കളെ അനുസരിച്ചാൽ, അല്ലെങ്കിൽ പേരൻസിനെ നമ്മൾ ഒബേ ചെയ്താൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്? അതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യങ്ങൾ, അതായത് എഫേസ്യർ 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് നന്മ ലഭിക്കുവാനും അതുപോലെ തന്നെ ദീർഘായുസ്സോടിരിക്കുവാനും 2 കാര്യങ്ങളാണ് നമുക്ക് അതിൽ നിന്നും ലഭിക്കുന്നത്. അനുസരണം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി പ്രയാസമുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ. പലപ്പോഴും നമുക്ക് അനുസരിക്കാനായിട്ട് ഒരു വിമുഖത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട്. മിണ്ടാതിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ പതിവിൽ കവിഞ്ഞ് ഉച്ചത്തിൽ സംസാരിക്കാറുണ്ട്. ഏകദേശം പൊതുവേ നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ദൈവവചനം പറയുന്നത് എന്താണെന്നറിയാമോ? അനുസരിക്കുക, ഒബേ ചെയ്യുക. അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്, മാതാപിതാക്കളെ അനുസരിക്കണം. മക്കളെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കണമെന്ന് പറയുന്നതെന്നറിയാമോ? ഒന്ന്, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്: 1, നിങ്ങൾക്ക് നന്മയുണ്ടാകുവാനും, 2, നിങ്ങൾ ദീർഘായുസ്സോടെ ഇരിക്കുവാനും. ഒരിക്കലും നിങ്ങളുടെ കൂട്ടുകാരോ നിങ്ങളുടെ ബന്ധുമിത്രാദികളോ 100% ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നില്ല. അതൊരു വാസ്തവമാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ എന്നാൽ നിങ്ങളുടെ പൂർണ്ണമായൊരു നന്മ ആഗ്രഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, നിങ്ങളെ നൊന്ത് പ്രസവിച്ച നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ പിതാവ്. നോക്കൂ, അവരാണ് നിങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. ഒരമ്മയുടെ സ്നേഹം, ഒരപ്പൻ്റെ കരുതൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചവർക്കറിയാം. അതിൽ പരം നിങ്ങളുടെ കൂട്ടുകാർക്കോ അതുപോലെ നിങ്ങളുടെ സഹപാഠികൾക്കോ ബന്ധുമിത്രാദികൾക്കോ നിങ്ങളെ സ്നേഹിക്കുവാൻ കഴിയില്ല. ഒരിക്കൽ ഞാനിങ്ങനെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പെയിൻ? എന്താണ് വേദനയുടെ യൂണിറ്റ്? ഭാരത്തിന് ഒരു യൂണിറ്റ് ഉള്ളതുപോലെ, ദൂരത്തിനൊരു യൂണിറ്റ് ഉള്ളതുപോലെ, പവറിനൊരു യൂണിറ്റ് ഉള്ളതുപോലെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്
വേദനയ്ക്കും ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൻ്റെ പേരെന്താണെന്നറിയാമോ? ഡെൽ എന്നാണ് ആ യൂണിറ്റിൻ്റെ പേര്. അതിൻ്റെ താഴെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു: മനുഷ്യൻ്റെ ശരീരത്ത് അവൻ അനുഭവിക്കുവാൻ കഴിയുന്ന വേദനയുടെ മാക്സിമം അളവെന്ന് പറയുന്നത് 45 ഡെൽ വേദനയാണ്. അതായത് 45 ഡെൽ വേദനയിൽ കൂടുതൽ, ഒരു 46 47 ഡെൽ വേദന അവന് അനുഭവിക്കുവാൻ കഴിയില്ല. എന്നാൽ ഒരമ്മ തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അവൾ അനുഭവിക്കുന്ന വേദന എത്രയാണെന്നറിയാമോ? ഏകദേശം 57 ഡെൽ വേദന അനുഭവിച്ചുകൊണ്ടാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. നോക്കൂ, ഗൂഗിൾ അതിനെ ഇങ്ങനെയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്: ഈ 57 ഡെൽ വേദന മനുഷ്യ ശരീരത്തിൽ 20 അസ്ഥികൾ ഒന്നിച്ചൊടിച്ചാൽ എത്ര വേദനയാണോ അത്രയും വേദന. നോക്കൂ, നിങ്ങളെ നൊന്ത് പ്രസവിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ നന്മ നിങ്ങളുടെ മാതാവ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ അധ്വാനം മുഴുവനും, നോക്കൂ, നല്ല രീതിയിൽ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ഒരുപക്ഷെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുവാൻ ഓരോ പിതാക്കന്മാർക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവർ കിട്ടുന്ന വരുമാനത്തിന് മിച്ചം വെച്ച് തൻ്റെ കുഞ്ഞിന് വേണ്ടി കരുതി വെക്കുന്ന എന്താണെന്നറിയാമോ? ഒരു നല്ല നന്മ അവനുണ്ടാകാനായിട്ട്. നോക്കൂ, പിതാവിൻ്റെ സ്നേഹം, പിതാവിൻ്റെ കരുതലൊക്കെ എത്ര ശ്രേഷ്ഠമാണ് മക്കളെ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഈ പപ്പയും ഈ മമ്മിയും ഒരു കാരണവശാലും ദുഃഖിപ്പിക്കുവാനിടയായിത്തീരുത്. കാരണം അവർ പൂർണ്ണമായിട്ട് നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ്. മക്കളെ, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. അവിടെ നമ്മൾ കാണുന്നു, നാം ദീർഘായുസ്സോടിരിക്കേണ്ടതിന് നമ്മുടെ മാതാപിതാക്കളെ നാം ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം. ഞാനൊരു ചെറിയ സംഭവം പറയാം. എൻ്റെ ചർച്ചിലെ ഒരു കൊച്ചുമോനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജെയ്സൺ എന്നാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് തൻ്റെ മാതാപിതാക്കൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയും, മോനെ ബൈക്ക് എടുക്കുന്ന സമയത്ത് നീ ഹെൽമെറ്റ് ഉപയോഗിക്കണം. നോക്കൂ, ഈ മാതാപിതാക്കളുടെ ആ ഒരു ആജ്ഞ നോക്കൂ, ഇവൻ ലാഘവത്തോടെ എടുത്തു. ഒരു ദിവസം എന്താ സംഭവിച്ചതെന്നറിയാമോ? ഒരു പെട്രോൾ പമ്പിൽ നിന്ന് താൻ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു വണ്ടി വന്നിടിച്ച് തൻ്റെ ഹെഡ് ഇഞ്ചുറിയായി, ഇൻറ്റേർണൽ ബ്ലീഡിങ്സ് ഒക്കെ ഉണ്ടായി. താൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. മക്കളെ, ഒരു ചെറിയ കാര്യമാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ആ മോൻ അന്ന് ഹെൽമെറ്റ് ഉപയോഗിച്ചുവെങ്കിൽ ഒരുപക്ഷെ ഇന്നും ജീവനോടെ ഇരിക്കാമായിരുന്നു. മക്കളെ, അനുസരിക്കാൻ ഒരുപാട് പ്രയാസമാണെന്നറിയാം. എങ്കിലും ഒരു കാര്യം സത്യമാണ്, അനുസരണമെന്നത് അനുഗ്രഹത്തിൻ്റെ താക്കോല് തന്നെയാണ്. ഒത്തിരി സമർപ്പണ ബോധം അതിനാവശ്യമാണ്. കാരണം നാം ഒരു വ്യക്തിയെ അനുസരിക്കണമെങ്കിൽ അദ്ദേഹത്തോട് നമുക്ക് ബഹുമാനം ആവശ്യമാണ്, ഒരു അർപ്പണബോധം ആവശ്യമാണ്, ഒരു ത്യാഗ മനോഭാവം ആവശ്യമാണ്. എന്നാൽ മാത്രമേ ആ വ്യക്തിയെ അനുസരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അനുസരണത്തിലൂടെ ദൈവവചനത്തിൽ പറയുന്ന സകല നന്മകളും സകല അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ സ്നേഹമുള്ള മാതാപിതാക്കളോട് ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാനിന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്: നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതിരിക്കുക. പുതിയ നിയമവ്യവസ്ഥ പ്രകാരം നമുക്കറിയാം, വിദേശ രാജ്യങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളെ അടിക്കുകയോ അല്ലെങ്കിൽ അല്പമൊന്ന് മാനസികമായി ടോർച്ചർ ചെയ്താൽ പോലും അവിടെ പോലീസ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ഇവിടുത്തുള്ള നിയമങ്ങളോ ഇവിടെയുള്ള സംവിധാനങ്ങളോ ഒന്നും അപ്രകാരമല്ല. നാം നമ്മുടെ ദേഷ്യം തീരത്തക്ക രീതിയിലാണ് കുഞ്ഞുങ്ങളെ അടിക്കുന്നതും ശിക്ഷിക്കുന്നതും. എന്നാൽ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ദൈവകൃപയോടെ അവരെ പറഞ്ഞു മനസ്സിലാക്കുക മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഇപ്രകാരം നല്ലൊരു ജീവിത വിജയം നേടുന്നു. കുഞ്ഞുങ്ങളായി തീരത്തക്കവണ്ണം അവരെ വളർത്തിയെടുക്കുവാൻ പത്യോപദേശത്തിലും അതുപോലെ തന്നെ ശിക്ഷണത്തിലും വളർത്തിയെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിട പറയുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറ്. ഇന്നത്തെ കിടിച്ചടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. പവർ വിഷനിലെ കുട്ടികളെ കിഡ്സ് ചർച്ചിനു പോരുന്നു. 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 പാട്ടും കഥകളും നൃത്തവുമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നേരാണോ? 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 പവർ വിഷനിലെ കുട്ടികളെ കിഡ്സ് ചർച്ചിനു പോരുന്നു. പവർ വിഷനിലെ കുട്ടികളെ കിഡ്സ് ചർച്ചിനു പോരുന്നു. കടലിനക്കരെ കണ്ണെത്താ ദൂരത്ത് യൂറോപ്പിലാണോ നിൻ വീട്? കടലിനക്കരെ കണ്ണെത്താ ദൂരത്ത് യൂറോപ്പിലാണോ നിൻ വീട്? ആ കടലിനക്കരെ കണ്ണെത്താ ദൂരത്ത് യൂറോപ്പിലാണോ നിൻ വീട്? കടലിനക്കരെ കണ്ണെത്താ ദൂരത്ത്
ഗൾഫിലെ കുഞ്ഞാടും യുകെയിലെ മക്കളും ഒക്കെ അല്ലേ പവർ വിഷനിലെ കുട്ടികളെ കിഡ്സ് ചർച്ചിനു പോരുന്നോ വന്നു വന്നു വന്നങ്ങു ചേരണേ ഓരോ സൺഡേയിലും 3 മണി